ഇടറാതെ ഞാൻ ആ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീലി പാളും പോലെ നോക്കുന്നുവോ. Hey guys, good morning and welcome to D Vlogs. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ആയാലോ? ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ശ്രദ്ധിക്കുന്നത്. ഞാൻ എടുത്ത വീഡിയോസ് ഓൾമോസ്റ്റ് എല്ലാം കിച്ചണിലുള്ള വീഡിയോസാണ്. ഐ മീൻ കുക്കിങ്ങിൻ്റെതും അങ്ങനത്തെ ഒക്കെ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് കിച്ചൺ ഡേ ഇൻ മൈ ലൈഫ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ എന്തായാലും അത് നോക്കാം. ആക്ച്വലി ഞാൻ ഇപ്പോഴല്ല കേട്ടോ എണീക്കുന്നത്. ഞാൻ രാവിലെ ഒരു 5:15 ആയപ്പോൾ എണീറ്റതായിരുന്നു. അശ്വിക്ക് ഇന്ന് രാവിലെ ആയിരുന്നു ഡ്യൂട്ടി. അപ്പോൾ അശ്വിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി, പിന്നെ കൊണ്ടുപോകാനുള്ള ഫുഡൊക്കെ ആക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ പിന്നെയും പോയി കിടന്നതാണ്. കുറച്ച് അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് കണ്ണടച്ചു അത്രയേ ഉള്ളൂ. അപ്പോൾ രാവിലെ എണീറ്റ് വന്നാൽ ആദ്യം ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ചെടിക്ക് വെള്ളം കൊടുക്കുക, പിന്നെ അമ്മയ്ക്ക് ഫുഡ് കൊടുക്കുക, അതൊക്കെ ചെയ്തു. പിന്നെ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് നല്ല രാവിലെ ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ദോശമാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ, പക്ഷേ ഞാൻ അരയ്ക്കുമ്പോൾ കുറച്ച് ലേറ്റായി, 10 മണിയൊക്കെ. ഇന്നലെ നൈറ്റ് ഒന്ന് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാവിലെ അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് പതച്ച് പൊങ്ങിയില്ല, അത്രയ്ക്ക് അങ്ങോട്ട് പുളിച്ചില്ല അശ്വിക്ക് ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷേ ദോശ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ഉണ്ടാക്കുന്ന സമയമായപ്പോഴത്തേക്കും ദോശ നല്ലതായി പതച്ചു കേട്ടോ. അപ്പോൾ റെഡിയായി. അപ്പോൾ ഞാൻ എന്താ ദോശ ഉണ്ടാക്കണം. എനിക്കാണെങ്കിൽ ചട്നി ഞാൻ രാവിലെ അശ്വിക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചല്ലോ, അതുകൊണ്ട് ആ പണിയില്ല. പിന്നെ എനിക്കാണെങ്കിൽ ദോശയും ചട്നിയും കഴിച്ച് സത്യം പറഞ്ഞാൽ മടുത്തു. അശ്വിക്കാണെങ്കിൽ ദോശയും ചട്നിയും ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ദിവസവും ദോശയും ചട്നിയും ആക്കി എന്താണെന്നാണ് അശ്വി ചോദിക്കുന്നത്. എനിക്ക് ദോശേനോട് വലിയ മടുപ്പൊന്നും വന്നിട്ടില്ല, പക്ഷേ ദോശയും ചട്നിയാണ് പ്രശ്നം. എനിക്ക് ചട്നി ഇഷ്ടമാണ്, പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് എരിവാണ് ഇഷ്ടം. അശ്വിക്ക് എരിവ് പറ്റില്ല, അതുകൊണ്ട് ഞാൻ തീരെ എരിവില്ലാണ്ടാണ് ചട്നി ഉണ്ടാക്കുക. കുറച്ച് എരിവൊക്കെ ഉള്ളതാണ്, എന്നാലും ഒപ്പിക്കായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് മസാല ദോശയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഇതൊക്കെ ഉണ്ടാക്കാം എനിക്ക്, അതെന്നെ പറഞ്ഞാൽ മതി. എനിക്ക് മടിയാണ്. ഞാൻ ചട്നി ഉണ്ടാക്കി പിന്നെ എനിക്ക് വേണ്ടി മാത്രം ഇങ്ങനെ മസാല ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മടിയാണ്. ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും തന്നെ കഴിക്കാം. പിന്നെ ചായപ്പൊടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഒരു പാക്ക് ചായപ്പൊടി വാങ്ങി. അത് പൊട്ടിച്ചിടാൻ വിചാരിച്ച് ഞാൻ എനിക്ക് തന്നെ പണി വാങ്ങി. പൊട്ടിച്ചിടുന്ന സമയത്ത് ഫുള്ള് പുറത്തോട്ടാണ് പോയത്. ഇനി അത് വൃത്തിയാക്കി എടുക്കണം. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. തൽക്കാലം അതവിടെ നിൽക്കട്ടെ, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് വൃത്തിയാക്കാം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ഞാൻ ഇന്ന് ക്യാപ്പിച്ചീനോ അല്ല, ഇത് ഫ്രഞ്ച് ടോസ്റ്റോ അങ്ങനെ എന്തോ ആണ് കേട്ടോ. ഫസ്റ്റ് ടൈമാണ് ഇത് കുടിച്ച് നോക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി. അങ്ങനെ നമ്മുടെ ദോശയും കോഫിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലോ. ഞാൻ 2 ദോശ മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ അത്രയ്ക്കേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഒന്നാമത് ഈ ചട്നീനോട് വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് അത് തന്നെ ഞാൻ കഷ്ടപ്പെട്ടാണ് കഴിക്കാറ്. അപ്പോൾ കോഫി നന്നായിട്ടുണ്ട്, എനിക്കിഷ്ടമായി. പിന്നെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് സ്കിൻ കെയർ ടിപ്സൊക്കെ പറഞ്ഞു തരാം കേട്ടോ. അതായത് എങ്ങനെ നമ്മുടെ സ്കിന്നിലുള്ള ടാനും പിഗ്മെൻറ്റേഷനും ഒക്കെ കുറച്ചെടുക്കാം, അതും വളരെ ചുരുങ്ങിയ എക്സ്പെൻസിൽ. മിക്കവരും സ്കിന്നിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ വന്ന് തുടങ്ങുമ്പോഴേ ഈ സ്കിൻ കെയർ ഒക്കെ കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കുള്ളൂ. കൂടുതൽ വഷളാവുന്നതിന് മുമ്പ് നമ്മൾ നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യണം. അപ്പം ഞാൻ ഈ പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ടാനിങ്ങും പിഗ്മെന്റേഷനും ഡ്രൈനസ്, ഫൈൻ ലൈൻസ്, ഡാർക്ക് സ്പോട്ട്സ് അതൊക്കെ നിങ്ങൾക്ക് കുറച്ചെടുക്കാൻ പറ്റും. ഒന്നാമത്തെ കാര്യം ഉറക്കമാണ്. അത് കുറഞ്ഞാൽ തന്നെ നമുക്ക് പല പ്രശ്നങ്ങളും വന്നു തുടങ്ങും. അറ്റ്ലീസ്റ്റ് 8 hours എങ്കിലും നമ്മൾ ഉറങ്ങണം. ഉറക്കം കുറഞ്ഞാൽ ഡാർക്ക് സർക്കിൾസും പഫിനെസ്സും സൈൻസ് ഓഫ് ഏജിങ് ലൈക്ക് ഫൈൻ ലൈൻസ് ആൻഡ് റിങ്കിൾസ് ഇതൊക്കെ വന്നു തുടങ്ങും. നമ്മൾ ഉറങ്ങുന്ന സമയത്താണ് നമ്മുടെ ബോഡി റിപ്പയർ മോഡിലാവുന്നത്. അതായത് അപ്പോഴാണ് സ്കിൻ സെൽ ജനറേഷനും കൊളാജൻ പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉറക്കം കുറയുന്ന സമയത്ത് നമ്മുടെ ഹോർമോണൽ ബാലൻസിനെ ഒക്കെ ബാധിക്കും. അത് പിന്നെ പല പ്രശ്നങ്ങളിലേക്കും പോകും. അപ്പോൾ ഉറക്കം കറക്റ്റ് ആക്കിയാൽ തന്നെ നമ്മുടെ സ്കിന്ന് നല്ല ഫ്രഷ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കും. അതൊരു നാച്ചുറൽ വേ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം സ്കിൻ സപ്ലിമെന്റ് ആണ്. നമ്മൾ പുറമെ എത്രയൊക്കെ പൈസ മുടക്കി എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്താലും അകമേ ചെയ്യേണ്ട ചില കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഒരു സ്കിൻ കെയർ സപ്ലിമെന്റ് ആണ് HK വൈറ്റൽസിന്റെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനും ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ, ഡൾനെസ്, ഡ്രൈനസ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതാണ് എൻ്റെ സ്കിൻ കെയർ സപ്ലിമെന്റ്. നിങ്ങൾക്കറിയോ, ഗ്ലൂട്ടാതയോൺ നമ്മുടെ സ്കിന്നിന് ഒരു ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന മെലാനിൻ പ്രൊഡക്ഷൻ കുറച്ച് ലിവർ ഡീറ്റോക്സിഫൈ ചെയ്ത് നമ്മുടെ സ്കിന്ന് നല്ല ബ്രൈറ്റൺ ആൻഡ് ഗ്ലോയിങ് ആക്കും. ഇനി മെലാനിൻ എന്താണെന്ന് അറിയാത്തവരുണ്ടോ? അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു പിഗ്മെന്റ് ആണ്. അതാണ് നമ്മുടെ ഹെയറിനും ഐക്കും ഒക്കെ കളർ തരുന്നത്. പക്ഷേ അത് ഓവറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ് അൺഈവൻ സ്കിൻ ടോണിലേക്ക് പോകുന്നത്. അതായത് പിഗ്മെന്റേഷൻ, ഡാർക്ക് സ്പോട്ട്സ് ആൻഡ് ഡൾനെസ് അങ്ങനെയൊക്കെ. HK വൈറ്റൽസിന്റെ ഗ്ലൂട്ടാതയോൺ ടാബ്ലറ്റ്സിൽ 600 mg ഗ്ലൂട്ടാതയോൺ ആണ് വരുന്നത്. അത് മാർക്കറ്റിൽ
മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മറ്റുള്ളതിൽ നിന്നും കൂടുതലാണ്. അതുപോലെ തന്നെ വൈറ്റമിൻ സി, വൈറ്റമിൻ ഇ, ഹെൽറോണിക് ആസിഡ് ഇതൊക്കെ വരുന്നുണ്ട്. വൈറ്റമിൻ സി സ്കിൻ ബ്രൈറ്റൻ ആവാനും വൈറ്റമിൻ ഇ ആൻഡ് ഹെൽറോണിക് ആസിഡ് സ്കിന്ന് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ ഡ്രൈനസ് കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഗ്ലൂട്ടാത്തയോൺ ആണെങ്കിൽ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സും പിഗ്മെന്റേഷനും അൺഈവൻ സ്കിൻ ടോണും അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതെങ്ങനെയാണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് അങ്ങോട്ട് ഇടണം. എന്നിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് അതിൽ മെൽറ്റ് ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അതിങ്ങനെ സോഡ പോലെ ഇങ്ങനെ കുമ്പളയായിട്ട് ഇങ്ങനെ പൊന്തി വരും കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ഇത് കുടിക്കുന്നത്. കുറച്ച് മാസമായിട്ട് ഇത് കുടിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ. ഇപ്പം എൻ്റെ സ്കിന്ന് നല്ല ഹെൽത്തിയർ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് കുറഞ്ഞു, ഡ്രൈനസ് ഒക്കെ എങ്ങോട്ടോ പോയി. എന്താ പറയുക, ഒരു നാച്ചുറൽ ഗ്ലോ തന്നെ വന്നിട്ടുണ്ട്. ഒരു കുറച്ച് മാസം കൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും കേട്ടോ. പക്ഷേ ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, നല്ല ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ബ്രാൻഡ്സും ആയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ hkvitals.com എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. പിന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് DE10 എന്ന് പറഞ്ഞ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും എൻ്റെ കോഡും ബാക്കി ഡീറ്റെയിൽസും ഒക്കെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ആരും മറക്കണ്ട, വൺ ഓഫ് ദ ബെസ്റ്റ് സപ്ലിമെൻറ്റ് ഫോർ സ്കിൻ കെയർ ഇസ് HK Vitals. അപ്പോൾ താഴെ കാണുന്ന വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി കേട്ടോ. മൂന്നാമത്തെ കാര്യം, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹെൽത്തി ഫാറ്റ്സ് ലൈക്ക് omega-3s, അതാണെങ്കിൽ നട്ട്സിലും സീഡ്സിലും ഫിഷിലും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. അത് നമ്മുടെ സ്കിന്നിൽ മോയ്സ്ചറൈസ്ഡ് ആക്കാനും നല്ല സപ്പിളായിട്ടിരിക്കാനും ഒക്കെ ഹെൽപ്പ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ധാരാളം കഴിക്കണം. അതുപോലെ തന്നെ നന്നായി വെള്ളവും കുടിക്കണം. സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിരിക്കാൻ നോക്കണം. എപ്പോഴും നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇടയ്ക്കൊക്കെ ചീറ്റ് ഡേ ആക്കാം, എന്നാലും നമ്മൾ അത് തന്നെ ഫോളോ ചെയ്ത് പോകണം. നാലാമത്തെ കാര്യം വർക്കൗട്ട് ആണ്. ഇത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. എൻ്റെ വർക്കൗട്ട് വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് തടിക്കാനും മെലിയാനും വേണ്ടി മാത്രമല്ല, ഈ വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ സ്കിന്നിൽ തന്നെ പല മാറ്റങ്ങളും നമുക്ക് കാണാൻ പറ്റും. രീതിക്ക് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ മനസ്സിലാവും, അത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ ഒരു ഗ്ലോ വന്നിട്ടുണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും. മാത്രമല്ല, അല്ലാത്ത ഫിസിക്കൽ ഇഷ്യൂസും അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വർക്കൗട്ടിലൂടെ നമുക്ക് പല മാറ്റങ്ങളും വരുത്താൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ അടിപൊളിയായിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് എൻ്റെ സ്കിന്നിൽ ഈ പറഞ്ഞ മാറ്റങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞതിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ സെറമോ മാസ്കോ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. HK Vitalsന്റെ ലിങ്കും ബാക്കി ഡീറ്റെയിൽസും എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും. കോഡ് യൂസ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. അപ്പം നമുക്ക് ഇനി ബാക്കി പരിപാടിയിലോട്ട് പോകും. പറഞ്ഞു ഞാൻ എവിടെയോ എത്തിപ്പോയി. അതിനിടയിൽ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ സംസാരിച്ചിരുന്നാൽ മതിയോ? നമുക്ക് ഉച്ചയ്ക്ക് വല്ലതും കഴിക്കണ്ടേ? ചോറും കറിയൊക്കെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കണം. അതിനിടയിൽ ഞാൻ TV ഒന്ന് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ ഒച്ചയും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്തോ പോലെ ഒറ്റയ്ക്ക് ഇങ്ങനെ ആകുമ്പോൾ എന്തോ പോലെ തോന്നുക. അപ്പോൾ കുറച്ച് സൗണ്ടൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ TV ഓൺ ചെയ്ത് വെച്ചു. TVയിലാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒന്നും കാണുന്നില്ല. അപ്പോൾ ഞാൻ മിസ്റ്റർ മരുമകൻ എന്ന് പറയുന്ന മൂവി കണ്ടപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചോറുണ്ടാക്കാം. ഇന്നിപ്പോൾ എനിക്ക് മാത്രം മതിയല്ലോ ചോറ്. അശി ചോറ് കൊണ്ടുപോകാറില്ല ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്. വെജിറ്റബിൾസും ചിക്കനും ആണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ ഞാൻ കുറച്ച് അരിയേ ഇടുന്നുള്ളൂ. അധികവും ഞാൻ ചോറിടുന്ന സമയം എനിക്ക് മാത്രം വെച്ചിട്ടാലും അത് ബാക്കി വരും കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ കഴിച്ചാലും ബാക്കി വരും. എന്നിട്ട് ഞാൻ രാത്രി ഇരുന്ന് കഴിക്കണം. ഇത് ഞാൻ രാവിലെ ആശിക്ക് ഉണ്ടാക്കിയ ചിക്കൻ ഒരു ബൗളിലോട്ട് മാറ്റി വെച്ചു. കാരണം എനിക്ക് ആ ചട്ടിയിൽ ഉപ്പേരി ഉണ്ടാക്കണം. ഉപ്പേരിക്ക് ഞാൻ എടുക്കുന്നത് കോവയ്ക്കയാണ്. എനിക്ക് കോവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എപ്പോഴും കഴിച്ചാൽ ചിലപ്പം മടുത്ത് പോവുകയും ചെയ്യും. അപ്പം ഞാൻ കോവയ്ക്ക എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ജ്യൂസും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും സംസാരിക്കുകയൊക്കെ ചെയ്താലേ നമുക്ക് കുറച്ച് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് വിശ്രമമൊക്കെ ആവാം. അപ്പോൾ ഇത് ലൈമും കിവിയാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു ജ്യൂസ് കുടിച്ചു. പിന്നെ കോവയ്ക്കൊക്കെ ഞാനെടുത്ത് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. കുറച്ചേ എടുക്കുന്നുള്ളൂ. എനിക്ക് മാത്രമുണ്ട്. എനിക്ക് എല്ലാം ഉണ്ടാക്കാൻ മടിയാണ്. ഒറ്റയ്ക്ക് എനിക്കെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ എൻ്റെ അടുത്ത് അധികമായി പോവുകയും ചെയ്യും. പിന്നെ ഇത് കത്തി ഇവിടുന്ന് ഈ ഒരു സംഭവം വെച്ചിട്ടാണ് കേട്ടോ കത്തിക്ക് മൂർച്ചയാക്കുന്നത്. എൻ്റെ വീട്ടിലൊക്കെ കത്തി ഇങ്ങനെ അമ്മിമേലിട്ടിട്ടാണ് അണയ്ക്കാറ്. അച്ഛനാണ് കത്തിക്കൊക്കെ മൂർച്ചയാക്കി തരാറ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇതൊക്കെയല്ലേ പറ്റൂ. പക്ഷേ ഇപ്പം എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും. പിന്നെ ഞാൻ ഇതൊക്കെ മുറിച്ചിട്ടു. പിന്നെ ഞാനിന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ചമ്മന്തിയാണ്. ചമ്മന്തി മുളക്, ഈ വറ്റൽ മുളകില്ലേ വറവിലൊക്കെ ഇടുന്ന ആ മുളകും പിന്നെ പച്ചമാങ്ങയൊക്കെ വെച്ചിട്ടുള്ള ഒരു ചമ്മന്തിയാണ്. ഞാൻ കുറച്ച് തേങ്ങയും കൂടി ഇടുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല എനിക്ക് എരിവാണ് കൂടുതലിഷ്ടം. അപ്പോൾ ആ ഒരു മുളക് ഞാൻ ചെറുതായിട്ട് വെളിച്ചെണ്ണയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. പച്ചമാങ്ങ നമുക്ക് പുളിക്ക് ആവശ്യത്തിന് കുറച്ച് പച്ചമാങ്ങ
മാങ്ങയും കൂടെ ആക്കി കൊടുക്കാം. പച്ചമാങ്ങ ഇല്ലെങ്കിൽ പുളിയാലും മതി. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ നമ്മൾ മലയാളികൾക്ക് ചോറിന് പിന്നെ വേറെ ഒന്നും വേണ്ടി വരില്ല. എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കാണെങ്കിൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എൻ്റെ വീട്ടിൽ നമുക്ക് വിശക്കുന്നതെന്ന് പറയുന്ന സമയത്ത് അമ്മേൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്, അമ്മ ചോറും ഈ ചമ്മന്തി ഉണ്ടാക്കിത്താ. അല്ലെങ്കിൽ രാത്രിയാണെങ്കിലും ഒക്കെ എൻ്റെ അമ്മ വാരിയും കൂടെ തന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ അത്രയും ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ ഏച്ചീൻ്റെ അമ്മേൻ്റെ എല്ലാവരെയും ഫേവറേറ്റ് ആണ്. അപ്പം ഞാൻ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ ഉപ്പേരി, കോവയ്ക്കേൻ്റെ ഉപ്പേരി ഉണ്ടാക്കി. നമുക്ക് പെട്ടെന്ന് ചോറ് കഴിക്കാം. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇതിനിടയിൽ ഇവിടെ AC റിപ്പയർ ചെയ്യാനായിട്ട് 2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയും കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നേ. ഞങ്ങളുടെ റൂമിലെ AC-ക്ക് കുറച്ച് ദിവസമായിട്ട് കൂളിംഗ് ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ AC റിപ്പയർ ചെയ്യാൻ വേണ്ടി ഇന്ന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ഞാൻ ഈ ഫുഡിൻ്റെ ഇതൊക്കെ നോക്കിയത്. ആണെങ്കിൽ കോമഡി ആയിരുന്നു. 2 പേരാണ് അതിന് AC റിപ്പയർ ചെയ്യാൻ വന്നത്. അവർ 2 പേരും വേറെ ഏതോ ഭാഷക്കാരാണ്. ഇവർ പറയുന്നതാണെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവുന്നുമില്ല. ഞാനാകെ ഇങ്ങനെ തപ്പി കളിക്കുക, എന്താ ഇവരെന്നിട്ട് എനിക്കിങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ച് പറഞ്ഞുതരും. അപ്പം എനിക്ക് ചെറുതായിട്ട് മനസ്സിലാവും. ഇംഗ്ലീഷാണ് ഇവർ നമ്മളെടുത്ത് പറയുക, പക്ഷേ ഇവരെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് അമേരിക്കനോ ബ്രിട്ടനോ ഒന്നുമല്ല. ഇവരെ വേറെ തന്നെ ഒരു പ്രൊനൗൺസിയേഷനാണ്. എനിക്ക് കേട്ട് പരിചയമുള്ളവർക്കാണെങ്കിൽ മനസ്സിലാവും, പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഇത് കേൾക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കി അടിച്ച് വാരലും എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ റൂമിൽ വന്നിരിക്കുക. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴല്ലേ നമുക്ക് രസം. അങ്ങനെ കുറച്ച് സമയം റൂമിൽ പോയി ഇരുന്ന് കുറച്ച് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഐസ്ക്രീം കഴിക്കണമെന്ന് ഭയങ്കര ഒരു ത്വര. അങ്ങനെ ഞാനിതാ പോയി ഐസ്ക്രീം എടുക്കുവാണ്. ഇത് ടെൻഡർ കോക്കനട്ടിൻ്റെ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഐസ്ക്രീം. അപ്പോൾ അതെടുത്തു. ഞങ്ങൾ കുറേ ആയിട്ട് ബാസ്കിൻ റോബിൻസിൻ്റെ ആയിരുന്നു വാങ്ങിക്കാറ്. അതും വാങ്ങിച്ചിട്ടുണ്ട്. ടെൻഡർ കോക്കനട്ട് അശിക്ക് അത് മതി എന്ന് പറഞ്ഞു, എനിക്കിത് മതി എന്ന് പറഞ്ഞു. അങ്ങനെ 2 ഐസ്ക്രീമും അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് സമയം പിന്നെയും എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും അശി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണെന്നും പറഞ്ഞിട്ട്. എനിക്കറിയാം വരുന്ന സമയത്ത് നല്ല വിശപ്പുമായിട്ടായിരിക്കും വരിക. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഉണ്ടാക്കാനൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇന്നും ഫുൾ കിച്ചണിലെ പരിപാടി തന്നെയാണ് വീഡിയോയിലുള്ളത്. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഞാൻ വേറെ കാര്യങ്ങളൊന്നും എടുക്കാതിരുന്നതെന്ന്. അപ്പോൾ ഇതിനിടയിൽ ഞാൻ വേറെ പല പണികളും ചെയ്തിട്ടുണ്ട്, പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, പക്ഷേ കിച്ചണിലാണ് എൻ്റെ ഫുൾ ഇന്നത്തെ വീഡിയോ. അങ്ങനെ അശി വരുമ്പോഴേക്കും ഞാൻ ചായ ഉണ്ടാക്കി, പിന്നെ ചിക്കൻ പോപ്കോൺ ഉണ്ടായിരുന്നു, അതുണ്ടാക്കി വെച്ചു. അശിക്ക് പിന്നെ ഇങ്ങനത്തൊക്കെയാണ് ഇഷ്ടം. അപ്പോഴേക്കും ഇതേ കറക്റ്റ് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്കും ഇതേ ആളെത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അശിക്ക് 2 ദിവസം മോർണിംഗും 3 ദിവസം നൈറ്റും ആണ്. ഞാൻ പറഞ്ഞില്ലേ വിശപ്പുമായിട്ടാണ് വരിക എന്ന്. വന്നപ്പോൾ തന്നെ എൻ്റെ അടുത്ത് അതാ പറഞ്ഞത്, എനിക്ക് വിശക്കുന്നു, എന്താ കഴിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഞാനൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അശിൻ്റെ അടുത്ത് ഈ സംഭവം വാങ്ങി വെച്ചത് മറന്നു പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങൾ 2 പേരും കൂടെ അതാ ചായയൊക്കെ എടുത്ത് വന്നിരുന്ന് കഴിക്കുവാണ്. അശിക്കാണെങ്കിൽ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ എന്തെങ്കിലുമൊക്കെ ഞാൻ കഥ പറയാനുണ്ടാവും കേട്ടോ. അശി ഇങ്ങനെ എന്തൊക്കെയോ വളവളാന്നിങ്ങനെ സംസാരിക്കുന്നുണ്ട്, ഞാനത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതൊരു ചോക്ലേറ്റ് കേക്കാണ്. നല്ല വലുപ്പമുണ്ട് കേട്ടോ, കപ്പ് കേക്ക് പോലെ നല്ല വലുപ്പം ഉണ്ടായിരുന്നു. എനിക്കതൊന്ന് കംപ്ലീറ്റ് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇനി അടുത്ത കിച്ചൺ പരിപാടിയാണ്, കുക്കിംഗ് ആണ്. ചക്ക കഴിഞ്ഞ ദിവസം ലുലുവിൽ പോയപ്പോൾ ഫ്രോസൺ ചക്ക ഉണ്ടായിരുന്നു. എപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു, ഇതെനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ചക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇന്ന് രാത്രി. അപ്പോഴാണ് അശി പറയുന്നത് ഇന്ന് ചന്ദ്രനെ റെഡ് കളറിൽ കാണാൻ പറ്റുന്നു. അപ്പം ഞാൻ ഓടിപ്പോയി നോക്കി, പക്ഷേ ചന്ദ്രൻ ആ മേഘത്തിൻ്റെ നടുവിലായിരുന്നു. എന്നാലും റെഡൊന്നും അല്ല കേട്ടോ, എനിക്കൊന്ന് സമയം കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. പിന്നെ ഞാൻ എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ചു. അതിനിടയ്ക്ക് ചക്കയും ഉണ്ടാക്കി. ചക്ക ഉണ്ടാക്കിയ ചെറിയൊരു പണി കിട്ടി, വെള്ളം കുറഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചു. അങ്ങനെ ചക്ക പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെള്ളം കയറിയതുപോലെ ഇങ്ങനെ ഇരിക്കുന്നതായിരുന്നു, പക്ഷേ കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ചക്കയൊക്കെ ഉണ്ടാക്കി, അശിക്കുള്ളതും ഉണ്ടാക്കി. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് പിന്നെ ഞാൻ കല്ലുപ്പാണ് ഇവിടെ വാങ്ങിക്കാറ്, കല്ലുപ്പ് വാങ്ങി പൊടിക്കാറാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഒരു കിച്ചൺ ഡേ